Hello, welcome to Wellness Ways by Lakshmi and Dwani. Today it's 6 a.m. in the morning. Today we are going to take you on a tour at Meenadam, Kerala. Hi guys, we're on our way to home, but when we're at home we saw some touch me nots by the way, so we touched them and then they were fun. Touch me not. What is that? Touch me. Baba, ini undu vera undu ba. Vera vana. This is all pineapple, huh? Spiky. Spiky. It's going to rain, I think. Come. Look at that tree leaning. Ah. Are you trying to make a video? Yeah, sure. Again, Katawadi no. This is cherry. Wow. Stream. കാലുവെച്ച് വേണ്ട ഷൂസാണ് വെക്കാൻ പറ്റത്തില്ല. യു ഷുഡ് ജംപ്. വേണ്ട ഷൂ മുഴുവൻ തന്നെ. ഓ വാട്ട് ഷുഡ് വി ഡു? ഇവിടുന്ന് ജമ്പ് ചെയ്യാൻ പറ്റുമോ കുഞ്ഞിന്? കെൻ യു ജംപ്? വീടല്ലേ? വെരി ഗുഡ്. ബാ. Again Tatawadi. Apa cerita kalah je? Wait, like this. Okay. Kunya wake. 1, 2, 3, 4. നമുക്ക് ആ ഗേറ്റിൽ നിന്ന് വരാവേ. അല്ലല്ല ആ ഗേറ്റിൽ നിന്ന് വരാവേ. വരുന്നില്ല കുഞ്ഞ്? അച്ഛാ ചോക്കോപ്പ കിട്ടിയില്ല. ഞാൻ നാളെ കൊണ്ടുതരാവേ. ബാർബിക്ക് വലിയ ഇഷ്ടം. ബാർബിക്ക് ഗോ. അജു ഇൻട്രസ്റ്റഡ് ആണോ? നോക്കട്ടെ. സുന്ദരി അമ്മ എന്നാണ്. സുന്ദരി അമ്മ. അമ്മ ഭയങ്കര സുന്ദരിയാന്ന് എല്ലാരും പറയും. ഹലോ, ഇൻട്രൊഡക്ഷനൊക്കെ എനിക്ക് വേണ്ടി ധ്വനി പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഒരാഴ്ചയായി. ഞാൻ പറഞ്ഞല്ലോ, ശരി, എനിക്കിപ്പോഴാണ് അസുഖമൊക്കെ മാറി സുഖമായത്. അപ്പോൾ അമ്മ ക്ലീനിങ് ആണ്. നമ്മുടെ വീട് ഇപ്പം, അതായത് എല്ലാവരും കൂടെ ഉള്ളത് കാരണം പിള്ളേരെല്ലാം സാധനങ്ങൾ അവിടെ ഇവിടെ എല്ലാം എടുത്തിട്ട് ഒരു മെസ്സാണ്. പ്ലീസ് ഡോണ്ട് മൈൻഡ്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്നും വൈകുന്നേരങ്ങളിൽ ഇതുപോലെ നടക്കാനായിട്ട് ഇറങ്ങും. അപ്പോൾ തൊട്ടടുത്തൊരു കടയുണ്ട്, അവിടെ വരെ നടക്കും. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും, തിരിച്ചു വരും. അതാണ് കേട്ടോ. അതായത് ശരിക്കും എന്താ പറയുക, തനി ഗ്രാമപ്രദേശമാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഇറങ്ങി നടക്കാനൊക്കെ നല്ല രസമാണ്. കാരണം നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. എന്നിവിടെ താമസിക്കുന്നവർക്ക് ഇത് അത്ര പുതുമയൊന്നുമല്ല.
എന്നാലും നമ്മളിങ്ങനെ അവിടെ നിന്ന് വരുമ്പോൾ നല്ല രസമാണ്, നല്ല പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും ഇങ്ങനത്തെ കാടും പടപ്പും അങ്ങനെ നല്ല രസമാണ്. അപ്പോൾ എന്നും വൈകുന്നേരം ഞാനും മോളും കൂടെ ഇങ്ങനെ നടക്കാൻ അവിടെ വരെ നടന്നിട്ട് വരും, കുറേച്ച് തൊട്ടാവാടി തൊടും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ വേറെ ഒരു ഫീലാണ് കേട്ടോ, നേച്ചറിനോട് അടുത്തുള്ള ഒരു ലൈഫ്, നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഇന്ന് ബാർബിക്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അനിയൻ്റെ മോൻ, അതായത് നമ്മുടെ കസിൻ്റെ വീട്ടിൽ പോവുകയാണേ. അപ്പോൾ രാത്രിയിൽ നമുക്കവിടെ ബാർബിക്യൂ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അതിനകത്ത് എന്താ പറയുക ചിക്കൻ ബാർബിക്യൂ ചെയ്യാനാണ്. അപ്പോൾ ആദ്യം ചിക്കൻ അവൻ മാരിനേറ്റ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു 7 മണി ആയപ്പോഴത്തേനും അങ്ങോട്ട് ചെന്നു. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം, ഒരു രസമല്ലേ. അങ്ങനെ അവിടെ ചെന്ന് പിള്ളേരുമായിട്ട് അവിടെ ചെന്നു. അജ്ജു, ഞാനും പിന്നെ ഗോപുവിൻ്റെ പിള്ളേരും ഗോപുവും ഞങ്ങളെപ്പോഴും അമ്മയച്ഛനൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇവന്മാരിങ്ങനെ ഒരേപോലത്തെ കളറുള്ള ടീഷർട്ട് ഇട്ടിരിക്കുക, അത് കസിൻ്റെ മോനാണ്. അപ്പോൾ ഇവൻ ചെടിച്ചട്ടിക്കകത്ത് നമ്മുടെ ചിരട്ട ഇങ്ങനെ കത്തിച്ച് കനലുണ്ടാക്കിയിട്ട് ഇത് നമുക്ക് ഒരുമിച്ചൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു ഈവനിങ്, നല്ല മഴയില്ലാത്തൊരു വൈകുന്നേരം. അപ്പോൾ നല്ല കാറ്റുമുണ്ട്, മഴ പെയ്തിട്ട് വൈകുന്നേരം നല്ല തോർന്ന് നിൽക്കത്തില്ലേ, അപ്പോൾ പെട്ടെന്നുണ്ടാക്കിയ പ്ലാൻ കേട്ടോ. നല്ല രസമുണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ കനലിങ്ങനെ ചിരട്ട നല്ലതായിട്ട് കത്തിച്ചിട്ട് അതിൽ നിന്ന് കനലുണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ ബാർബിക്യൂ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഓർത്തു അതിൻ്റെ കൂട്ടത്തിൽ വേറെ പൊട്ടാറ്റോ ഒക്കെ ചെയ്യാമല്ലോ, ഗ്രില്ല് ചെയ്യാമല്ലോ. പക്ഷേ ഇത് ചിക്കൻ മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. എല്ലാവർക്കും പൊതുവേ ചിക്കനോടാണല്ലോ താല്പര്യം. അപ്പോൾ വലിയ ഫുള്ളായിട്ടൊരു കോഴിയായി വാങ്ങിച്ചിട്ട് അതിനെ നമ്മളിങ്ങനെ വലിയ പീസസായിട്ട് മുറിച്ചിട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, ഗരം മസാല, തൈര്, ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളിട്ട് നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. അതായത് ഒരു 2 മണിക്കൂർ ഓളം വെച്ചിരുന്നു കേട്ടോ. തൈര് അപ്പോൾ നല്ല സോഫ്റ്റ് ആവുമല്ലോ. തൈരിടുമ്പോൾ നമ്മളുടെ ചിക്കൻ നല്ലതായിട്ട് സോഫ്റ്റ് ആവും. പിന്നെ നമുക്ക് ഒലിവ് ഓയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുമല്ലോ, അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ആദ്യം അവൻ തന്നെ പ്രിപ്പയർ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ എത്തിയത്. അപ്പോൾ വലിയ പീസസായിട്ടാണ് നമ്മളിങ്ങനെ ഇത് കണ്ടോ, ഇതുപോലെ വലിയ പീസസായിട്ട് നമ്മളിങ്ങനെ ഗ്രില്ലിലോട്ട് വെച്ചിട്ട് അടുക്കുക. അപ്പം നമുക്ക് എത്ര നേരം വെക്കുന്നോ അത്രയും അതിനകത്തോട്ട് ചിക്കനകത്തോട്ട് അതങ്ങ് പിടിക്കും. അപ്പോഴാണല്ലോ നല്ല ടേസ്റ്റ് കിട്ടുക. അതായത് ഇത് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എനിക്കിതിൻ്റെ കൂടെ നമ്മൾ കാൺപൂരൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഈ നമ്മുടെ മല്ലിയില ചട്നിയും കൂടെ ഉണ്ട്. മല്ലിയില ചട്നി ഇല്ലായിരുന്നു, മയണൈസ് ആയിരുന്നു കേട്ടോ. മയണൈസ് ഉണ്ടാക്കിയതാണ്, വീട്ടിലുണ്ടാക്കുമായിരുന്നേ. അപ്പം ഞാനങ്ങനെ എൻ്റെ കസിൻ്റെ വൈഫ് ഉണ്ടാക്കി. അപ്പം ഞാൻ എല്ലാവരുടെയും വീഡിയോ എടുക്കുന്ന ആർക്കും ഇഷ്ടമാണോ എന്നൊന്നും അറിയത്തില്ല. അത് അവരുടെ വീഡിയോ ഞാൻ അങ്ങനെ എടുക്കത്തില്ല കേട്ടോ. പക്ഷെ കുറച്ച് ജസ്റ്റ് ഇവരൊക്കെ ഇങ്ങനെ കാണിച്ച് പോകാന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ വൈകുന്നേരങ്ങൾ നമ്മൾ ഓരോ പ്ലാൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ പകലൊരു പ്ലാൻ ഉണ്ടാകും, എവിടെയെങ്കിലും പോകാൻ അവധിക്ക് വന്നാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇവരൊക്കെ വർക്കിംഗ് ആയതുകൊണ്ട് വൈകുന്നേരമാണല്ലോ ഇവർ ഫ്രീ ആവുന്നത്. ഇതൊരു വർക്കിംഗ് ഡേ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെതർ ഇങ്ങനെ നല്ലതായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അവിടെ പോയതാണ്. അപ്പം നമ്മുടെ പൂച്ച, ഇത് അവിടുത്തെ ഒരു പൂച്ചയാണ്. പക്ഷേ അതിന് അകത്ത് കയറാനൊന്നും അനുവദിക്കത്തില്ല. പക്ഷെ നല്ല ക്യൂട്ടാട്ടോ, നാണു എന്നാണ് വിളിക്കുന്നത്. അപ്പം ഗോപുവിൻ്റെ പിള്ളേർക്ക് പൂച്ച, പട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. എല്ലാവരും ഉള്ളപ്പോൾ അവന് അകത്തോട്ട് കയറണോ എന്നുള്ള ഇതിൽ അവനെ പുറകോട്ട് പോകും. അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ അവൻ ചെയ്യുന്ന കാണാനായിട്ട്. അപ്പം ഞാൻ കുറച്ച് നേരം അവനെ ഇങ്ങനെ നോക്കിക്കോളാം. അല്ലെങ്കിൽ സാധാരണ എനിക്ക് പൂച്ച അത്ര ഇഷ്ടമല്ല. ഇവിടെയും വീട്ടിൽ വരാറുണ്ട് കേട്ടോ 2-3 എണ്ണം. നമ്മൾ വളർത്തുന്നതല്ല, ഇത് ഇവിടെ വളർത്തുന്ന കേട്ടോ, വളർത്തുന്ന പൂച്ച. പക്ഷേ വെളിയിലിരിക്കത്തുള്ളൂ, ഭയങ്കര രസമായിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മളെല്ലാവരും കുറച്ച് നേരം നല്ല രസമായിട്ട് കുറേ നേരം ബാർബിക്യൂവിൻ്റെ അവിടെ നിന്നപ്പോൾ ഈ ചിലപ്പോൾ ഇങ്ങനെ കനൽ പുകയുന്ന പോലെ വന്നപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ അകത്തോട്ട് കയറി വന്നു. അപ്പോൾ അവനിങ്ങനെ ഇരിക്കുന്ന കണ്ടില്ല, എന്ത് സ്റ്റൈലിലാണ് അവൻ ഇരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ പിള്ളേരെല്ലാം കൂടെ ഓരോ ചലഞ്ചൊക്കെ വെച്ചിരിക്കില്ല. റൂബിക് ക്യൂബ് ഒരാളെത്ര സമയം കൊണ്ട് സെറ്റാക്കും, വേറൊരാളെ ഒരു 3 പേരും. അത് എൻ്റെ കസിൻ്റെ മോനാണ്. ഇവർ 2 ഏകദേശം ഇവരെക്കാളും 1 വയസ്സിനുള്ളത്, ഏകദേശം ഒരു പ്രായം. പിന്നെ അജ്ജു ആണല്ലോ, അജ്ജു പിള്ളേരുടെ കൂടെ ചേട്ടനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അജ്ജുവും. അപ്പോൾ എത്ര സമയം കൊണ്ട് സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് അവൻ റൂബിക് ക്യൂബ് ഫിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ നമ്മുടെ സിത്താരെ ജമീൻ പറിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ടല്ലോ. മൂവി ഇറങ്ങിയെന്ന് എനിക്കറിയത്തില്ല എന്തായാലും. അപ്പോൾ ഇവർ അതിന് നല്ല എക്സൈറ്റഡ് ആണ്, അവിടെ കണ്ടിട്ട് അത് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈം സെറ്റ് ചെയ്തപ്പോൾ ഒരു 2 മിനിറ്റ് കൂടുതൽ എടുത്ത് ഇവർ ഫിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഇതിന് സ്പീഡിൽ ഇട്ടിരിക്കുകയാണ്. അപ്പം നാട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ വീടെന്ന് പറയുന്നത് അച്ഛൻ്റെ തറവാടും
അവിടെ എല്ലാവരും നമ്മൾ അടുത്തടുത്താണ്. അച്ഛൻ്റെ അനിയൻ്റെ വീട് അടുത്താണ്, അച്ഛൻ്റെ സിസ്റ്ററുടെ അടുത്ത സിസ്റ്ററിൻ്റെ മോന്, അച്ഛൻ്റെ അനിയൻ്റെ മോന്, അങ്ങനെ നമ്മളൊരു ചുറ്റളവിൽ അച്ഛൻ്റെ അമ്മാവൻ്റെ വീട്, അച്ഛൻ്റെ ചേട്ടൻ, കുറേ വീടുകൾ നമ്മൾ ഒരു ചുറ്റളവിൽ. അപ്പം നമുക്കിങ്ങനെ സമയം പോകാൻ ഒരു പാടുമില്ല. വൈകുന്നേരം ഇങ്ങോട്ട് പോയി അങ്ങനെ എല്ലാ കസിൻസിനെയും കാണാം. എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരിടത്ത് ചോറുണ്ടും, ചിലപ്പോൾ ഒരിടത്ത് ഡിന്നർ കഴിക്കും. അങ്ങനെ നമ്മൾ നല്ല ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ ഇവിടുന്ന് മോന് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം എല്ലാവരും ഉണ്ടല്ലോ. അവിടെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ റൂമിനകത്തും വീടിനകത്തും അടച്ചിരിക്കുന്നു, അതുപോലെ അല്ലല്ലോ. ഇവിടെ നമുക്ക് എവിടെ ചെന്നാലും നല്ല രസമാണ്. പിന്നെ കുറേ പശുവും ആടും അങ്ങനത്തെ തനി നാട്ടുംപുറമാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര രസമാണ്. കസിൻസ് എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് സമയം പോകാനായിട്ട് ഒരു പാടുമില്ല. സമയം പറഞ്ഞാൽ നമ്മൾ ഈ വർഷത്തിൽ 1-2 പ്രാവശ്യമല്ലേ ചെല്ലുന്നത്. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ എല്ലാവർക്കും അതുപോലെ സ്നേഹമല്ലേ, നല്ല രസം. പിള്ളേരെല്ലാം കൂടെ ഊണോ കളിക്കുകയാണ് കേട്ടോ ഇന്ന്. ഇത് എൻ്റെ കസിൻ്റെ മോളാണ്, മൂത്ത മോൾ. അവർ 2 പേരാണ്. അങ്ങനെ ഞാൻ പറയായിരുന്നു, അങ്ങനെ നല്ലൊരു ഞാൻ 1 മാസമൊക്കെ പോയി നിൽക്കുമ്പോൾ 1 മാസം പോകുന്ന അറിയത്തേ ഇല്ല കേട്ടോ. കുറേ നമ്മൾ വെളിയിൽ പോകും, കുറേ കസിൻസിൻ്റെ വീട്ടിൽ പോകും, പിന്നെ ഫുഡ് കഴിക്കും. അങ്ങനെ ഒരു ഭയങ്കര റീജുവനേഷനാണ് കേട്ടോ. ഇപ്രാവശ്യം അജ്ജു പക്ഷേങ്കിൽ ഞാൻ സ്റ്റേ ബാക്ക് ചെയ്യും. ഞാൻ ജൂലൈ മിഡ് ഓഫ് ജൂലൈ വരെ നിൽക്കും കേട്ടോ. അജ്ജു തിരിച്ചു പോകും നേരത്തെ, നെക്സ്റ്റ് വീക്ക് വല്ലതും പോകുമായിരിക്കും. പക്ഷേ അജ്ജു പറയുന്നുണ്ട് ഞാൻ ഒരാഴ്ച കൊണ്ട് നിന്നിട്ടേ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ വേറൊരു കസിൻ വരുന്നുണ്ട് ദുബായിൽ നിന്ന്, അവനെ കാണണം. പിന്നെ എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഞാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിരുന്ന സമയത്ത് നമ്മുടെ ഗ്രില്ലൊക്കെ റെഡിയായി കേട്ടോ. ഇപ്പം അത് വലിയ പീസസ് അല്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരും ഏകദേശം ഒരു ഏജാണ് കേട്ടോ. ഒരു ഭയങ്കര കസിൻസ് എന്നല്ല, ഇവർ ഭയങ്കര ഫ്രണ്ട്സ്, ഭയങ്കര തിക്ക് ഫ്രണ്ട്സ്. അവർ കുഞ്ഞിലെ മുതൽ ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് വളർന്ന്, ഒരുമിച്ചല്ല. അപ്പോൾ അതുകൊണ്ട് അവർ എന്താ പറയുന്നത്, സോൾമേറ്റ്സ് അതുപോലത്തെ ഫ്രണ്ട്ഷിപ്പും. അവർ കസിൻസ് അല്ല, ഫ്രണ്ട്സും എല്ലാം കൂടെ കേട്ടോ. ഇവരിപ്പം വിയറ്റ്നാമിനൊക്കെ പോയി അടിച്ച് പൊളിച്ചിട്ട് വന്നിരിക്കുമായിരുന്നു. 3-4 ദിവസം ഇവർ ബോയ്സ് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കഴിക്കാനിരുന്നു. പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് പൊറോട്ടയും ചിക്കൻ കറി വാങ്ങിച്ചു. പിന്നെ ഈ ഗ്രില്ല് അതുണ്ടായിരുന്നു, പിന്നെ മയണൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസം നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ രണ്ടുപേരും അച്ഛനെ ഞങ്ങൾക്ക് അമ്പലത്തിൽ കലശമായിരുന്നു, അമ്പലത്തിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബെസ്റ്റിൽ പോകാനായിട്ട് അത് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. ഗോപുവിൻ്റെ അവിടുത്തെ ഫ്രണ്ട്സിന് വേണ്ടി കുറേ സാധനങ്ങൾ കൊണ്ടുവരണം. പിന്നെ എനിക്ക് മോൻ അവിടെ ഉണ്ടല്ലോ, അവന് ഇഷ്ടമുള്ള കുറേ അഴുക്കാകത്തില്ലാത്ത ബേക്കറി. അപ്പം ഗോപുവിൻ്റെ കൈ കൊടുത്തിട്ട് ഗോപു അവിടെ നിന്നിട്ട്, അവൻ കാലിഫോർണിയയിലാണുള്ളത്, ഇവൻ ഷിക്കാഗോയിലാണ്. അപ്പം അവന് അവിടെ ചെന്നിട്ട് കൊറിയറാൻ അവന് സാധനം വാങ്ങിക്കണം. അങ്ങനെ ഞങ്ങൾ അച്ഛൻ അമ്പലത്തിലായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ കാവാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്, എൻ്റെ മീനെടുത്ത് കാവെന്ന് പറഞ്ഞിട്ട്. ആ കാവിൽ കലശം നടക്കുകയാണ്. അപ്പോൾ അച്ഛൻ അവിടെ രാവിലെ പോയതാണ്. ഞങ്ങൾ അവിടെ നിന്ന് അച്ഛനെ ഒരു 10:30 ആയപ്പം അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഈ പുതുപ്പള്ളിയിലോട്ട് പോയി. പുതുപ്പള്ളിയിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം പോയായിരുന്നല്ലോ ബെസ്റ്റ്. നമ്മളിവിടെ വന്നാൽ മിക്ക ദിവസവും ബെസ്റ്റിൽ പോകും കേട്ടോ. ബെസ്റ്റിലെ തെത്തയ്ക്കാപ്പം, ഉഴുന്നുവട, ഹൽവ, അങ്ങനെ വേണ്ട ബെസ്റ്റ് നമ്മുടെ ഒരു സ്ഥിരം പോകുന്ന. രാജേഷേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് രാജേഷേട്ടൻ ഡെയിലി ബെസ്റ്റിൽ പോകുമായിരുന്നു, അതുപോലെയായിരുന്നു കേട്ടോ. എല്ലാ സാധനങ്ങളും അവിടുത്തെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഉപ്പേരി അവർ വേണ്ടെന്ന് പറഞ്ഞു. കപ്പ വറുത്തത്, മുറുക്ക്, അച്ചപ്പം, പിന്നെന്തായിരുന്നു, ഒരു റൗണ്ട് ഇരിക്കുന്ന ഒരു ബിസ്ക്കറ്റ്, എരിവുള്ള ബിസ്ക്കറ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ അവനിഷ്ടമുള്ളത്. എക്സ്പയറി ഡേറ്റ് ഓഗസ്റ്റ് വരെ ഉള്ള കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. അത് വാങ്ങിച്ചു. അപ്പോൾ ഗോപു അവിടെ അവന് കൊണ്ടുപോകാനുള്ളതോ അവനും വാങ്ങിച്ചു. ഞാൻ ഇവിടുന്ന് അതൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ വലിയൊരു കാർട്ടണുണ്ട്. അപ്പോൾ പറയുന്നത് എല്ലാം കൂടെ എൻ്റെ വെയിറ്റ് എങ്ങനെ ആകും എന്ന് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ എന്ത് ചെയ്യാൻ, ഏതെങ്കിലും ഞാൻ കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ല, ഏതെങ്കിലും കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതെല്ലാം ഇനി നാളെ, ഇതിപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് എന്താണ്, വെനസ്ഡേ ആണല്ലോ. തേഴ്സ്ഡേ ഇവർ പോകും കേട്ടോ. കഴിഞ്ഞു, അവരുടെ വെക്കേഷൻ കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം ഇനി ഇത് പല പെട്ടിക്കകത്ത് ഇവർ 3 പേരുള്ളതുകൊണ്ട് 15 കിലോ, അത് ഡൊമസ്റ്റിക്കിൽ ഇവർ ഡൽഹി വരെ പോകണമല്ലോ. അപ്പോൾ ആ ഒരു വെയിറ്റ്, ഡൽഹിയിൽ നിന്നാണ് പിന്നെ ഡയറക്റ്റ് ഷിക്കാഗോയ്ക്ക്. അപ്പോൾ നമ്മൾ പോയിട്ട് വന്നിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അമ്മ അതൊക്കെ ഞാനത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി കഴിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് നല്ല ക്ഷീണമുള്ളതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഫുഡിൻ്റെ ഡെഫിസിറ്റ് ഒന്നും നോക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച മുതൽ ശരിക്കും റുട്ടീനിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മളെങ്ങനെ കാലറി കുറച്ച് കഴിച്ചുകൊണ്ട് നമ്മുടെ എക്സസൈസ് ഇല്ലാതെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. അത് ഞാൻ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പം ഇനി കുറേ നാട്ടിലത്തെ വിശേഷങ്ങളും മീൻസ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗ്സ് ആയിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി. പ്ലീസ് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കയ്യിലിട്ടാൽ മതി. നോ, only one hand. Which hand? ഇതിനെ പുറത്തോട്ട്. You have to sit down. Oh.